വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ പല സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളെ വീട്ടിലൊക്കെ വെള്ളം അടിച്ച് കയറി വരികയായിരുന്നു. എങ്ങനെയാണ് വരുന്നതെന്ന് പുഴയെന്നൊക്കെ തന്നെയാണ് വരുന്ന സംഭവം എന്നറിയാം. എന്നാലും ഇങ്ങനെ വെള്ളം കയറുന്നത് നമ്മൾ വിചാരിച്ചിട്ട് കൂടില്ല. വീട്ടിലും നാട്ടിലും മൊത്തത്തിൽ വെള്ളമായി അങ്ങനെ ഒരു ഇതുപോലെ ആയിട്ടായിരുന്നു. അതേസമയം നമ്മൾ തൃക്കടമണ്ണുള്ള പാലം എന്താ ഈ കാണുന്ന പാലം മൊത്തത്തിൽ പോയി ഇപ്പോൾ ആ പാലം അവിടെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അതിലൂടെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും നമ്മൾ അക്കരയ്ക്ക് ഇക്കരയും കടക്കാനൊക്കെ ഒരുപാട് ഉപയോഗിച്ചിരുന്നൊരു പാലമായിരുന്നു അത്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മളെ ഈ പാലം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ പുതിയൊരു രീതിയിലൊരു കാര്യം അവർ ചെയ്തിട്ടുണ്ട്. ആ കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ഈ പാലത്തിൽ നിന്ന് അക്കരയ്ക്ക് ഇക്കരയും കടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നല്ലോ പാലില്ലാത്തതുകൊണ്ട്. അതപ്പോൾ അതിന് പകരം ഇതാണ്ടോ നമ്മൾ ഈ ആലിൻ്റെ മുകളിൽ നിന്ന് കയറങ്ങോട്ട് കെട്ടിയിട്ട് ഇതാണ്ടോ അക്കരെ വരെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. കെട്ടിയിട്ട കയർ എന്തിനാന്ന് വെച്ചാൽ അതിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. എങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ അളിയനും ഉണ്ട് അതിന് കൂടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് പോവാണ്. അച്ഛനും ഞാനും അളിയനും പിന്നെ അളിയൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് എനിക്ക് കയറ് വലിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൂടെ ഒന്നും വേണ്ട, ഒരാൾ മതി. ഞങ്ങൾ വെറുതെ ഒരു വീഡിയോ എടുക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വലിക്കട്ടെ. എല്ലാവരും കൂടെ ഒരു ഹരാണല്ലോ എല്ലാവരും ഉള്ളപ്പോൾ. അന്നപ്പോൾ ഇതൊരു ഒരു എൻജോയ്മെൻറ്റ് പർപ്പസ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ കുറേ ആൾക്കാരൊന്നും കൂടി ഇതൊരു ഫ്രീ സർവീസ് ആണെന്ന് കരുതി എപ്പോഴും ഇതിൽ വന്ന് കളിക്കണം എന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാര്യം എന്താണെന്ന് പറയാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. സംഭവം എന്താ വെച്ചാൽ ഈ സംഭവത്തിലാണ് നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യുക. ഇതിൽ ഒരു കയറിൽ പിടിച്ച് നമ്മൾ അങ്ങോട്ട് വലിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു സ്കീം. അതേപോലെ നമുക്ക് ഇരുന്നിട്ടും യാത്ര ചെയ്യാം, നിന്നിട്ടും യാത്ര ചെയ്യാം, നമ്മളെ ഇഷ്ടമാണ്. അതേപോലെ അച്ഛൻ ഇവിടെ ഉഷാറായിട്ട് വലിക്കണ്ടേനി. ഞാൻ വീഡിയോ എടുക്കാനാണ് അച്ഛൻ വലിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് അച്ഛൻ പറഞ്ഞ്. ഇപ്പം ഇനി സ്ത്രീകളാണെങ്കിലും ഇത് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നിന്ന് കയറ് വലിച്ച് പോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ അവസാനം പറയാം കേട്ടോ. ഇതിങ്ങനെ വലിച്ച് അങ്ങനെ അക്കരയ്ക്ക് അങ്ങോട്ട് പോകുക തന്നെയായിരുന്നു. സംഭവം അത്യാവശ്യം സ്പീഡിൽ തന്നെ നമ്മൾ അക്കരയ്ക്ക് എത്തി. സംഭവം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അക്കരയ്ക്കും ഇക്കരയ്ക്കും ഒക്കെ പോയി വരാൻ പറ്റുന്നതൊരു ഭയങ്കര ഒരു ഭാഗ്യം തന്നെ. എന്തൊക്കെ പറഞ്ഞാലും ഞാനും അച്ഛനും എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. അച്ഛൻ അതേപോലെ വെള്ളമൊക്കെ മുക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങളിതാ തിരിച്ച് ഇതൊക്കെ വന്ന് നോക്കി എങ്ങനെയാണ് സംഭവങ്ങളെന്നൊക്കെ. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കപ്പി അവിടെ അറ്റത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ വലിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ചെയ്ത ആരാണെങ്കിലും ബ്രില്യൻ്റ് തന്നെ, ഒന്നും പറയാനില്ല. സംഭവം ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു സിസ്റ്റം. കണ്ടോ അച്ഛൻ ഇങ്ങനെ വെള്ളമൊക്കെ വൈകിതാ ഈ കപ്പി ഞാൻ കാണിച്ചു തരാം. ഈ കപ്പിനകത്ത് കയറ് കെട്ടിയിട്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ചെയ്ത ഒരാളായിരിക്കും അയാൾ. എന്തായാലും ഇത് ചെയ്ത ആൾക്കാർക്ക് ഒരു ബിഗ് താങ്ക്സ്. സംഭവം അക്കരയ്ക്കും ഇക്കരയ്ക്കും പോകുന്നതിന് ഭയങ്കര ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും. പക്ഷേ എന്താ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കയറിയതിന് ശേഷം പിന്നീട് നമ്മൾ അക്കരയ്ക്ക് പോകില്ല തിരിച്ച്. അന്നപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവുന്നത്. രണ്ട് കയറാണ് ശരിക്കും ഉള്ളത്. അന്നപ്പോൾ ഈ കാണുന്ന മുകളിലത്തെ കയറ് വേണം നമ്മൾ വലിക്കാൻ വേണ്ടിയിട്ട്. ആ മുകളിലത്തെ കയറ് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പ്രയാസം വന്ന്. അന്നപ്പോൾ അത് മാത്രമേ ഉള്ളൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഒരു പോരായ്മ ഒന്നും പറയാനില്ല. അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമുള്ളൂ. പക്ഷേ നമുക്ക് ഒരാൾക്ക് നല്ല ഹൈറ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അത് ഇങ്ങോട്ട് ഏന്തി പിടിക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ കരയുന്ന പിടിച്ചിങ്ങോട്ട് വരിക എന്നുള്ള കൺസെപ്റ്റ് മതി. അത്രയേ ഉള്ളൂ. ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ വന്നതിനാണ് ഏറ്റവും വലിയ താങ്ക്സ്. കണ്ടോ നമുക്കൊരു വൈബ് തന്നെയല്ലേ ഇങ്ങനെ ഒരു പരിപാടി നമ്മളെ നാട്ടിലുണ്ടായത് തന്നെ ഒരു ഇപ്പോൾ ഇങ്ങനെ ഒരു എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു പോലെയായി. പക്ഷേ ഒരു ആരോഗ്യപരമായിട്ട് കുറച്ച് ഉണ്ടെങ്കിലും നമുക്ക് ഇതൊക്കെ വലിച്ചിങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അതേപോലെ ഇരുന്നും വലിക്കുക, നിന്നും വലിക്കുക, നമ്മളെ ഇഷ്ടത്തിന് വലിക്കുക, അത്രയേ ഉള്ളൂ. അക്കരയ്ക്കും ഇക്കരയ്ക്കും പോകാനുള്ളൊരു പുതിയൊരു സിസ്റ്റം വന്ന്. അതാണ് ഇവിടെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഇത് സംഭവം എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ കോഴിക്കോട് തൃക്കടമണ്ണ മുക്കം ഭാഗത്താണ് ഇത് വരുന്നത്. കോഴിക്കോട് ജില്ലയിൽ മുക്കം ഭാഗത്തുള്ള തൃക്കടമണ്ണ അമ്പലത്തിലാണ് ഇവരിത് ചെയ്തത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ നാട്ടുകാരാണ് ചെയ്തത്. സംഭവങ്ങളൊക്കെ വന്നു നോക്കി. പക്ഷേ നമ്മളെ ഈ പാലമൊക്കെ ഇപ്പം വെള്ളത്തിൻ്റെ പൊളിഞ്ഞു പോയി പാലം മൊത്തത്തിൽ. അതാണ് ആകെയുള്ളൊരു വിഷയം. അപ്പോൾ അക്കരയ്ക്കും ഇക്കരയ്ക്കൊക്കെ ഇനി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം പണിത് അതപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി തിരിച്ചങ്ങടേക്ക് തന്നെ പോവുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു സിസ്റ്റം. മൊത്തമായിട്ട് ഇത് കരയ്ക്ക് അടുക്കാൻ മതിയാവും. പക്ഷേ നമ്മൾ അടുപ്പിച്ചില്ല, അടി തട്ടും. അപ്പം വെറുതെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ വെച്ചിട്ട് നമുക്ക് ഇറങ്ങി നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ വെള്ളത്തിലും കളിച്ച് അങ്ങനെ അങ്ങോട്ട് പോകാമല്ലോ. സംഭവം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തൃക്കടവണ്ണ അമ്പലത്തിൻ്റെ മേൽക്കൂരൊക്കെ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ പോയി. അന്നപ്പം പക്ഷേ എന്നൊക്കെ പറഞ്ഞാലും ആ സ്ഥലവും ആ ആംബിയൻസും ഒക്കെ അതേമാതിരി തന്നെ ഉണ്ട്. ഇപ്പം അങ്ങനെ ഒരു സിസ്റ്റവും വെച്ചിട്ടുണ്ട്. അന്നപ്പം അടിപൊളിയാണിത്. അപ്പോൾ എല്ലാവരും വന്നൊന്ന് നോക്കുക എങ്ങനെ ഉണ്ട് എന്ന്. നമ്മളെ പാലവും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അവിടെ അങ്ങനെ പോയി അപ്പോൾ പാലൊന്നും ഇല്ല. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഉഷാറായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളും വരിക, ഇവിടെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേറെ വീഡിയോ കാണാം കേട്ടോ.